ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് അവൻ ആഖിറത്തിലേക്ക് അള്ളാഹുവിൻ്റെ മുന്നിലെത്തിയാൽ ആദ്യമായി അവനോട് ചോദ്യം ചെയ്യുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. റജബ് മാസത്തിൻ്റെ മറ്റൊരു പവിത്രതയാണ് നിസ്കാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തയച്ചത് അത് ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. ഇങ്ങനെ തുടങ്ങി നിരവധി പവിത്രതകൾ റജബ് മാസത്തിന് പറയപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കിതാബുകളിൽ നോക്കിയാൽ കാണാം. അതോടൊപ്പം നിരവധി മഹാന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞത് റജബ് മാസത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഖാജ മുഈനുദ്ദീൻ അജ്മീരി സിഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സുൽത്താനുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന, അതാഉർ റസൂൽ എന്നറിയപ്പെടുന്ന, ഗരീബ് നവാസ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഖാജ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു. അജ്മീർ ഷരീഫിനെ കുറിച്ച് ആരോടും പ്രത്യേകം പറയേണ്ടതില്ല. എല്ലാവരും വേണ്ടുവോളം കേട്ടുകഴിഞ്ഞ കഥകളാണ് അജ്മീറിൻ്റേത്. എല്ലാവരും അനുഭവിച്ചറിഞ്ഞ കഥകളാണ് അജ്മീർ ഷരീഫിന് ഉള്ളത്. അജ്മീറിലേക്ക് യാത്ര പുറപ്പെടുന്ന ആളുകളോട് അനുഭവങ്ങൾ ചോദിച്ചാൽ അവർക്ക് പറയുവാൻ 100 നാവുകളായിരിക്കും. അവിടേക്ക് ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് അവൻ്റെ ആ പോയ കാര്യം എന്തുദ്ദേശത്തോടു കൂടെയാണോ അവൻ പോയത് അത് പരിപൂർണമായും സാധിക്കുന്ന ഒരു പ്രതിഭാസം അജ്മീറിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും അനുഭവമാണ്. അവിടുന്ന് പാവങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കുന്ന, വല്ലാതെ പരിഗണിക്കുന്ന രാജാവായിരുന്നു ഖാജ മുഈനുദ്ദീൻ അജ്മീരി സിഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ അജ്മീറിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാം ആയിരക്കണക്കിന് പാവങ്ങൾ ദിനേനെ ബഹുമാനപ്പെട്ടവരുടെ ഹളുറത്തിൽ ജീവിച്ചു പോകുന്നത് നമുക്ക് കാണാം. ഫക്കീറന്മാർ അവർ ഭക്ഷണം കഴിക്കുന്നതും അവർ പാർക്കുന്നതും അവർക്കുള്ളതെല്ലാം അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ആരെങ്കിലും പ്രത്യേകമായി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ? അവിടെ ലങ്കർ കൊടുക്കുന്നുണ്ട്. വലിയ അജ്മീർ ചെമ്പിൽ സംവിധാനിക്കുന്ന പാകം ചെയ്യപ്പെടുന്ന ഭക്ഷണം അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതല്ലാതെയും അവർക്ക് ഭക്ഷണങ്ങൾ ലഭിക്കുന്നു. ഇങ്ങനെ തുടങ്ങി 10,000-കണക്കിന് പാവങ്ങൾക്ക് ദിനേനെ ഭക്ഷണം കൊടുത്തുകൊണ്ട് കാലങ്ങളായി ജീവിച്ചു വരുന്ന, കാലങ്ങളായി നടന്നു വരുന്ന ഒരു മഖാമാണ് അജ്മീർ ഷരീഫ് എന്നുള്ളത്. 103 വയസ്സുകാലമാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. അവിടുന്ന് ഖുറാസാനിലെ സഞ്ചറ എന്ന പ്രദേശത്ത് ജനിച്ച് അവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് ദഅവത്തിനു വേണ്ടി വന്നതാണ്. അവിടുന്ന് ഹിജ്റ 530 ജനിച്ച് 633 അവിടുന്ന് വഫാത്താകുന്നത്. 103 വയസ്സുകാലം നല്ല നിലയിൽ ജീവിക്കുകയും 10,000-കണക്കിന് ആളുകൾക്ക് അവിടുത്തെയുടെ കൈകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള അവസരവും തൗഫീഖും അള്ളാഹു സംവിധാനിച്ച വലിയ മഹാനാണ് സയ്യിദുന സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി സിഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെയുടെ മദദ് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.